നമസ്കാരം, പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. ഖത്തറിൽ തിങ്കളാഴ്ച രാത്രി മുതൽ താപനില ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇന്ന് രാത്രി മുതൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് കനക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തീവ്രമായ തണുപ്പ് അനുഭവപ്പെടാനുള്ള അവസ്ഥയാണ് ഉള്ളത്. അടുത്ത ആഴ്ചയിലുടനീളം ഈ തണുത്ത കാലാവസ്ഥ തന്നെയാണ് തുടരുന്നത്. ഖത്തറിൽ മറ്റന്നാൾ, അതായത് ഫെബ്രുവരി 24 തിങ്കളാഴ്ച മുതൽ തണുപ്പ് കൂടുമെന്ന് കാലാവസ്ഥാ പ്രവചനം വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി മുതൽ 6 ദിവസത്തോളം ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഖത്തറിലെ താപനിലയിൽ ഈ മാറ്റം വരാൻ സാധ്യത എന്നാണ് പ്രവചനം. ഈ സാഹചര്യത്തിൽ കടൽ സന്ദർശിക്കാനും മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. ഇത് താപനിലയിൽ ഗണ്യമായ ഇടിവിനോടൊപ്പം തണുപ്പ് കൂടാനും കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് ഈ സമയങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാനോ അല്ലെങ്കിൽ കടലിൽ സന്ദർശനത്തിനോ മറ്റും പോകരുത് എന്ന് വ്യക്തമാക്കുന്നത്. ശക്തമായ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയരാനുള്ള സാധ്യത വളരെയേറെയാണ്. പൊടിക്കാറ്റിനെ തുടർന്ന് ചില പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച കുറയാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവരും ഏറെ ശ്രദ്ധിക്കണം. ഖത്തർ കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ കാലാവസ്ഥാ അപ്ഡേറ്റ്സിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. തിരമാലകളുടെ ഉയരം 6 അടി മുതൽ 14 അടി വരെ ഉയരാൻ സാധ്യതയുണ്ട്. കടൽ തിരമാല 3 അടി മുതൽ 6 അടി വരെയും ഉയരത്തിലെത്തും. ചില സ്ഥലങ്ങളിലാണ് 14 അടി ഉയരുന്നത്. രാജ്യത്തെ ജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ അപ്ഡേറ്റുകളെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. UAE-യിലും മറ്റന്നാൾ മുതൽ സമാന കാലാവസ്ഥ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റന്നാൾ മുതൽ 26 വരെ തെക്ക് പടിഞ്ഞാറ് നിന്നുള്ള ന്യൂനമർദ്ദവും തുടർന്ന് പടിഞ്ഞാറ് നിന്നുള്ള ഉപരിതല ഉയർന്ന മർദ്ദം നീട്ടുന്നതും രാജ്യത്തെ കാലാവസ്ഥയെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വളരെ ശക്തമായി തന്നെയുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഇത് UAE നിവാസികൾക്ക് വാരാന്ത്യത്തിൽ താപനിലയിൽ വർധനവ് പ്രതീക്ഷിക്കാം. തിങ്കൾ മുതൽ ബുധൻ വരെ പ്രത്യേകിച്ച് തീരങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും താപനിലയിൽ പ്രകടനമായ കുറവുണ്ടാകും. ഇക്കാരണത്താൽ തിങ്കളാഴ്ച വൈകുന്നേരവും ചൊവ്വാഴ്ചയും മുതൽ ചില തീരദേശ വടക്കൻ കിഴക്കൻ മേഖലകളിൽ നേരിയതോ മിതമായതോ ആയ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന്റെ ഫലമായി പൊടിപടലങ്ങൾ വീശുമെന്നുള്ളതും വളരെ ജാഗ്രതയോടെ തന്നെ കണക്കാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിപ്പ് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. അതിനായി പ്രവാസി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ.